നിങ്ങളുടെ പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷയാണ് നിങ്ങൾ മിണ്ടരുത്. മാനം അറിയിക്കുന്നത് ഞാൻ ആ സമയത്ത് ഓടണമായിരുന്നു. ഇവ ഇവിടെ നിൽക്കണമായിരുന്നു. നമുക്ക് അത് നോക്കണ്ട. ഇനി അടുത്ത ആളി രണ്ടും പിടിച്ചാൽ അവിടെ എനിക്ക് ഒരു കാരണം വെച്ചാൽ ഓടിങ് വരാൻ പറ്റില്ല. നമ്മുടെ കൈ ബോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത്? അമ്മ ബോൾ ഇപ്പുറം കൊടുത്തെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കും. അവൻ്റെ വിക്കറ്റ് എടുക്കാനാണ് അതല്ലേ ഞാൻ നിന്റെ പറയുന്ന ആളെ ഞാൻ എങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഓടിങ് അല്ലെങ്കിൽ ഇവ ഇവിടെ നിൽക്കണം. ഇവിടെ എന്നാലും അവിടെ ഔട്ടാക്കാൻ നീ ഔട്ടാവില്ല. നിർത്തിവിടാൻ പറ്റൂല. നിർത്തിയോടുന്ന എങ്ങനെ? നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവ ക്രോസ് ചെയ്താലേ ഇവ ഔട്ടാവുള്ളൂ. അല്ല അപ്പം ഓടിയ സ്പീഡ് വെച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെ കയറും. അത് അവൻ ഓടിയ സ്പീഡ് വെച്ചാൽ അത് സ്പീഡ് നിനക്കില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് വയ്യ. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അത് ചായ കിട്ടും. ഞാനിട്ട് ഞാൻ നോ ബോള് കാല് നോക്കി അവ എവനാ ശരത്ത് അറിയില്ല. ഞാൻ ആപ്പിളത്തേക്ക് നോക്കിയാണ് സ്വന്തര വെയിറ്റ് മൈര മറ്റേ വളക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൽ ഇത് തന്നെ പറക്കണമുണ്ട്. എയറിൽ സിംഗ് അടിക്കുന്നുണ്ട്. ഈ ടേബിൾ വേസ്റ്റ് ചെയ്തില്ലായിരുന്നു. എൻ്റെ ബാറ്റ് കല്ലാണ് ലൈറ്റായി. ഹലോ എൻ്റെ ഫോണെ വിളിച്ചാണ്. ബോംബെ എന്നിട്ടാലും നിന്നറിയത്തുള്ളൂ. എൻ്റെ ഒരുപാട് അറിയുന്ന കിടപ്പുണ്ട്. മറ്റേ ഇല്ല കർണാടക പുള്ളിയുണ്ടല്ലോ, ചെറിയ സംസാരത്തിലൊക്കെ ഈ തായ്മാകൊക്കെ ചേർന്ന് നടത്തുന്നത്. അതെല്ലാം അടുത്തുണ്ട്. ചായ കുടിക്കാനൊക്കെ ചായ കുടിക്കാൻ പരിസരത്ത് ഫുഡ് അവിടെ ഞാനും ടർഫില് ജീവിയാണ്. അല്ല, നാളെ കളി ഉണ്ടായിരുന്നല്ലോ, അത് ക്യാൻസലായി. ഇവിടുത്തെ AC മറ്റേ എന്താ PMA ഇന്ത്യയിലുള്ള ഇന്ത്യക്ക് 14 14
അവിടെ അട്ടിമറിയായിരുന്നു ആ കളി മൊത്തം. പാകിസ്ഥാൻ ഏതാ PVC കപ്പ്. നീ പോയായിരുന്നു മൊത്തം ചെറിയ ടീമുകൾ കയറി കയറി. കപ്പടിച്ച UBC UBC അനു അനുവൊക്കെ അനു UBC. ഭയങ്കര ടച്ചറ ഇവിടെ 2 ഓവർ മാച്ച് കാട്ടാകളി ആ നിങ്ങളൊന്ന് പറഞ്ഞു ഓ ലെഗ് സൈഡ് അടിച്ചാൽ കളഞ്ഞു ബാക്കിൽ നെയ്യാർ ഡാമിൻ്റെ റിസർവ് അതിൻ്റെ അടുത്ത് തന്നെ ആസ്ട്രേലിയൻ ഉണ്ടാവും ടർഫൊന്നും കാർണാടകയിൽ പോകണം അവിടെ. അതിൻ്റെ അടുത്ത് തന്നെയാണ് കടയുടെ കിള്ളിയിൽ പുതിയൊരു ഗ്രൗണ്ട് തുടങ്ങാൻ പോകുന്നു. എടാ അത് എന്നെ പറഞ്ഞേ ഓസ്ട്രേലിയൻ ടർഫ് അതാണ് ആസ്ട്രേലിയൻ ടർഫ് അത് ഇടയ്ക്ക് കാറ്റും മഴയത്തും അത് ഓടിച്ചൊക്കെ വീണ് അതിപ്പോൾ വീണ്ടും റിനോവേറ്റ് ചെയ്തു അത് കൊള്ളാന്ന് പറഞ്ഞാൽ 2 വിക്കറ്റ് ഉണ്ട്. സ്റ്റിച്ചിനും കളിക്കാൻ പറ്റും മറ്റേനും കളിക്കാൻ പറ്റും. ഫുള്ളുണ്ട് കറങ്ങി കളിക്കാം. നമ്മളവിടെ ഇത് കളിക്കാൻ പോയിരുന്നു നരസിംഹത്തിൻ്റെ ടൂർണമെൻറ്റ് കളിക്കാൻ. ടർഫിൽ ഇഷ്ടപ്പെട്ട ഓവലാണ് എല്ലാ സ്ഥലവും കളിക്കാം. അടിപൊളി നീ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതേ ഇഷ്ടപ്പെടുള്ളൂ എനിക്ക്. അവിടെ ഓ ബാക്കൊക്കെ ഉണ്ട്. ഫുള്ള് അത് സ്റ്റേഡിയം കണക്ക് തന്നെ. അതൊരു പുല്ലും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വന്ന് കയറിക്കും. ഇവിടുന്നൊക്കെ പോവാനുള്ള പാടുണ്ട്. അവിടെ അടുത്തുള്ള ഫീൽഡിന്റെ അവിടെ ഉള്ളവർ 10,000 രൂപയ്ക്ക് ഫീൽഡ് 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 അത് വിക്കറ്റല്ല അല്ലാത്ത അന്ന് ഇപ്പൊ അവിടെ ഈ TPL ഒരിക്കൽ ഗ്രീൻ ഫീൽഡ് അല്ലായിരുന്നു. TNPL അല്ല TPL ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ്. തമിഴ്നാട് പ്രീമിയർ ലീഗ് അല്ല ഇത് ടെന്നീസ് ബോളിന്റെ പറഞ്ഞത്. ട്രിവാൻഡ്രം TPL അന്ന് തോറ്റു അന്ന് രോഹിത് തന്നെ ബൈക്കൊക്കെ കിട്ടിയത് ഷാണ് തന്നെ ബൈക്കെല്ലാം കൊണ്ടുപോയത്. അത് ഇവിടെ അല്ലടാ ഇപ്പോഴത്തത് ആകെ 3 ബൈക്ക് ഉള്ളായിരുന്നു. 3 രോഹിത് തന്നെ ഒരു വണ്ടി അന്ന് ബൈക്കല്ലായിരുന്നു ആ സമയത്ത്. അവഞ്ചർ ഏതാ ഒരെണ്ണം കൊടുക്കാൻ ഒരു ആളിനെ തിരക്കൊണ്ട് നടന്നായിരുന്നു ഒരു രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അമ്മൂട്ടീനെ അങ്കിളെന്ന് വിളിച്ചത് ഭയങ്കര വിളിക്കണം. ആരെങ്കിലും വിളിച്ച് ഒരു പെണ്ണൊരു പോസ്റ്റ് ഇട്ട ബർത്ത്ഡേ നയൻതാര പിന്നെ 76 വയസ്സുള്ള കിളവനെ അവളെ വിളിച്ചോളൂ. അവളെ വിളിച്ച് അങ്കിളോ ആരുടെ ഒന്ന് പോ ചേച്ചി ഓക്കെ അമ്മച്ചി. അതെ നിങ്ങൾ ഏത് മെസ്സേജ് പറഞ്ഞു ഏത് മെസ്സേജ് പറഞ്ഞു നിങ്ങളെല്ലാം പറഞ്ഞു അർജുൻ ഭാസ്കർ എന്താ ഫേക്ക് പറഞ്ഞു. അതാ അവന് മെസ്സേജ് നമ്മള് കളിക്കാൻ പോയി എടുത്തത്. അർജുനന്റെ ഫാൻസ് ആണോ? അതല്ല അഞ്ചു ആരെന്ന് വെച്ചാലും പറഞ്ഞു അത് കണ്ടോ ലൈവിലുണ്ടായിരുന്നു. അല്ല അത് ലൈവിൽ ആ സൈഡ് കിട്ടുന്നുണ്ട്. ഇല്ല ക്യാച്ചൊന്നും അറിയത്തൊന്നുമില്ല. സിക്സ് ആയിരുന്നു. പിന്നെ എടുത്ത എഫക്റ്റിന്
ബാറ്റിൻ്റെ നമുക്ക് വിക്കറ്റ് കൊടുക്കാം. പ്ലെയർ മാറി ഞാന് മാറിപ്പോയാണ്. ഞാനിട്ട് എടുത്ത് വെച്ചു. അപ്പൊ ആള് പറയുന്നില്ല ഫോട്ടോ അയക്കുന്നു. എന്നെ താത്തമാരെ അന്വേഷിക്കണോ? താത്തയല്ല ഏതാ അഞ്ചു ശരി ശരി, അതാണ് ഞാൻ പിടിച്ചത്. ശരി ശരി. ഓ ഞാൻ ബോൾ വെച്ചിട്ട് പോവാം. അർജുന എന്നോട് ചിന്തിക്കും, റൂമിനകത്ത് വെച്ചിട്ട് പോവാം. അവര് ഉള്ളിലൊന്നും ഇരിക്കൂല പറയുന്നത്. ഞാൻ എന്നെ വിളിച്ചാൽ പറയാം. ഓക്കെ ശരി. കൂടുതൽ അടിക്കാൻ കാരണമാണ് കോർണർ കളി ഉണ്ടായിരുന്നു. വെല്ലിംഗ്ടണിലുണ്ട്. ആരെന്നറിയാമോ? ആ എന്നറിയാം. എവിടെ ഉള്ളതാണ്? ചിറയെങ്കിലല്ല അവൻ്റെ തല. മീശയുടെ തല ഇവിടെ പോങ്ങനാണ്. ആ ഫ്ലവേഴ്സിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വിനീത് എന്നാണ് എൻ്റെ പേര്. ഇടയ്ക്ക് ജയിലിലായിരുന്നു. ആ ഇടയ്ക്ക് ഞാൻ കഞ്ചാവ് കേസിലൊക്കെ ജയിലിൽ പോയി. ഇപ്പം ഏതൊരു പെണ്ണ് ടിക്ടോക്കിലൊക്കെ യുവനെ ഒരു ഫിൽറ്റർ ഇട്ട് മീശ വിരിച്ചപ്പോഴും ഭയങ്കര വരലായിരുന്നു. അവനുണ്ടായിരുന്ന വിളിച്ചു ഉണ്ടാക്കി ഞാൻ നാട്ടിലുണ്ടാക്കി. അടുത്ത 6 വെള്ളത്തിറങ്ങിയിട്ട് ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ഓട്ടിച്ചിട്ടാണ് നേപ്പാണ്. അതെനിക്ക് ഇവിടെ വേണം. അത് മിനിസ്റ്റർ ആയിരുന്നാ? ഓ ബോൾ എടുക്കാൻ ബോൾ എലോൺ മസ്ക് വേൾഡ് നമ്പർ 1 മാറി പിറ്റേന്ന് പിടിക്കുകയും ചെയ്തു. ഓ 383 ബില്യൺ ആയിട്ട് മറ്റൊരു വേറൊരുത്തം കയറി. അപ്പോഴത്തെ രണ്ടാം ദിവസം കൊണ്ട് തിരിച്ച് 387 തിരിച്ചു വന്നു. ഇത്ര കട്ടിയില്ലേ ഇല്ലടാ പറന്നു സൈഡ് ചേഞ്ച് പറഞ്ഞില്ല. വരാനേറ്റിട്ട് ലാസ്റ്റ് വിളിച്ചിട്ട് അവനെ വിളിച്ചില്ല. അങ്ങനെ ഞാൻ വിളിച്ചില്ല. രാമകൃഷ്ണ വരാനേറ്റിട്ട് തൊട്ട് അരമണിക്കൂർ മുമ്പ് എന്നെ കണ്ടിട്ട് രാത്രിയും പറഞ്ഞിട്ട് പോയത് കളിക്കാൻ നേരത്തെ വിളിച്ചിട്ട്. അതാണ് എല്ലാ ചെറിയ വെയിറ്റിംഗ് കയറിയായിരുന്നു. മറ്റതില്ല പാടി പറന്നാണ് വരുന്നത്. നല്ല വാസന എറിയുന്നതിന് മാത്രമേ അത്യാവശ്യം വലിയ സ്പീഡിൽ കയറി വരുള്ളൂ. നമ്മളൊക്കെ നടക്കേണ്ടി വരും. കല്യാണം കഴിക്കാൻ നമ്മളെ പെണ്ണ് അവൾ ലെറ്ററിന്റെ ഒരു മോഡലെടുത്ത് വെച്ചു. ലെറ്ററിന്റെ മോഡലാണ് അടിക്കാൻ കൊടുക്കണം. തീരുമാനിച്ചു ഇന്നലെ ആറ്റിങ്ങനെ പോയടാ. അപ്പൊ അതിന്റെ പ്രിന്റിങ് കോസ്റ്റ് എല്ലാം ഇപ്പൊ ഞാൻ അവിടെ കൊടുത്താൽ അത്യാവശ്യം കുറച്ച് വരും. പെറ്റ് ഷോപ്പിന്റെ സൈഡിലുള്ളത് അവള് ഈ സംഭവം 5 രൂപ ഉള്ളൂ.
5 പ്രിന്റിങ് കോസ്റ്റ് എല്ലാം ചേർത്ത് 1500 രൂപ 300 രൂപ. 300 ആവശ്യം 300 വേണ്ട. വാട്സപ്പല്ലേ മൊത്തം കൂടുതൽ വാട്സാപ്പിലാണ് അയക്കുന്നത്. കുറച്ച് മാത്രമേ വിളിക്കാൻ വിളിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ അത് അച്ഛനും അമ്മയൊക്കെയാണ് പോകുന്നത്. ഞാൻ എൻ്റെ എനിക്ക് പോയിട്ട് വരും. കൂട്ടുകാരെ വിളിക്കാൻ എല്ലാവരും എന്നെയൊക്കെ വീട്ടിൽ ഒന്ന് വിളിക്കാം കേട്ടോ. മറിയ വിളിക്കും ഫോണിൽ കൂടെ അത് വന്നാ തോന്നണോ അവിടെ വീട്ടിൽ വന്നിടാ. ഇവിടെ 24-ാം തീയതി വരെ എനിക്ക് ട്രെയിനിങ് ഉള്ളതാണ്. നമ്പർ 24-ാം തീയതി വരെ. അത് 20-നകത്ത് തീർക്കണം. 27-ാം തീയതി എൻ്റെ കല്യാണം. 24-ാം തീയതി രാവിലെ റീഡിങ് എടുക്കാൻ പോകും. 11:30 കല്യാണം. കല്യാണം 2:30 മണിക്ക് ഇറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റീഡിങ് എടുത്തിട്ടുണ്ട്. 2:30 മണിക്ക് നിങ്ങൾ രാത്രി ടോർച്ചൊക്കെ ആയിട്ട് വേണം റീഡിങ് എടുക്കാൻ. 27-ാം തീയതി ക്ലോസ് ചെയ്യണം. 21-ാം തീയതി പെട്ടെന്ന് പോകും. കൊണ്ടുപോകാം. വെരി ഗുഡ് വെരി ഗുഡ്. ഇൻസൈഡ് ഐച്ച് ആര് വരുന്ന കേസ്മാനായിട്ട് ഉപ്പുവാ ഉപ്പില്ലടാ. പാക്കറിന് അറിയാവുന്ന ടീം കേട്ടോ. അപ്പൊ ഇവരല്ലേ വീഡിയോ കുക്കു ഉണ്ടല്ലോ വീഡിയോ. അതിൻ്റെ നല്ലോണം അടുത്തൊക്കെ ചെന്നിട്ട് ആ വീഡിയോ കുക്കു വീഡിയോ ഇവൻ്റെയൊക്കെ ചോദിച്ചത്. അത് അനന്തു നോമല്ല എങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേ ഇത് സച്ചുവിൻ്റെ ഒക്കെ ഇല്ലേ. ആ പിന്നെ വേറെ ഒന്നും ഇപ്പൊ ഈ ഇടയ്ക്ക് പലാസ കപ്പിനൊന്നും കിട്ടായിരുന്നു. അനന്തു നോമല്ല ആരുടെ ഭയങ്കര പരാജയമാണ്. എന്ത് അക്കൗണ്ട് റീച്ച് ആവുന്നു. കൊണ്ട് റീച്ചാൽ ഇപ്പൊ വീഡിയോ ചെയ്യുന്നില്ല. പിന്നെ പ്രൊമോഷൻ വീഡിയോ കുറച്ച് അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ പോയി ചെയ്യണം. ഗീതവേ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ കയറി വരുള്ളൂ. 107 കേൾക്കണ്ടുണ്ട്. 101 ഇപ്പൊ 107 കണ്ടു. അതല്ല ഇപ്പൊ അങ്ങനെ സ്വന്തം അക്കൗണ്ട് ഇല്ലേ. റൊമാൻസറിയല്ല അത് കാര്യത്തില്ല. അവന് അവര് അവൻ ടിക്ടോക്ക് അത് ശ്രദ്ധിക്കൂലടാ. അത് അങ്ങോട്ട് വന്നിട്ട് എൻഗേജ്മെന്റ് ഓർഡർ കാണിച്ചല്ലോ അണ്ണാ. നിങ്ങൾ എൻഗേജ്മെന്റ് ഓർഡർ നമുക്കുള്ള നിങ്ങളടിക്കുക പിക്ചർ മറ്റേ അങ്ങനെ സമയമില്ലെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഏപ്പൂളും ബീപ്പൂളും എഴുതിയിട്ടുണ്ട്. അതൊന്നും വേണ്ട, സമയം ഇത് അറിയാൻ വേണ്ടി ഞാൻ എഴുതിയത് അയച്ചിരാങ്കി. ഓക്കെ നിങ്ങൾ എൻഗേജ്മെന്റ് ഫോട്ടോ ഉണ്ട്. എൻഗേജ്മെന്റ് റിലേറ്റഡാ. നിന്ന് ഫോട്ടോ എടുക്കില്ലേ ഇതല്ലേ ഷെയർ ചെയ്യും. ഞാൻ സെറ്റ് ചെയ്യാം. ഇത് മറ്റേ ആർദ്ര കോളേജ് പഠിച്ചു. വേണ്ട വേണ്ട ചേച്ചി. ചേച്ചി നിനക്കിപ്പോൾ എത്ര വയസ്സായി? ആ നിനക്ക് 1 വയസ്സിന്. ഞാൻ പോളിയെ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ നിന്നിട്ടൊക്കെ അല്ലേ ഡിഗ്രിക്ക് പോയി. അപ്പം അവിടെ ഉള്ള അതായത് എൻ്റേത് 3-4 വയസ്സുള്ള ഇത് ഉള്ളത്. 4 വയസ്സെങ്കിലും ഉള്ളത്. ഷോപ്പിലതിനുണ്ട്. എനിക്കിപ്പോൾ എത്ര എണ്ണം പൊട്ടിക്കാൻ ഇന്നലെ നീ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഇട്ടേ. നിങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നാലേ വിഷയം. ഈ പറഞ്ഞ കാര്യമൊന്നും എനിക്കൊന്നും നടന്നില്ല കേട്ടോ. നാളെ ലാവണ്ടിയുടെ കല്യാണം അവിടെ ഇറങ്ങിപ്പോയി. അത് നാളെ കല്യാണമാണ് ഇവിടെ വെച്ചിട്ട്. അയ്യേ ഇങ്ങോട്ട് എന്താണ് കാണിക്കണം അവിടെ. ആദ്യം അവിടെ വീണ്ടും അമ്മനങ്ങ് നിന്ന് എന്റെ പിള്ളേരെ തൊടുന്നതാ. സ്ലോ പോണെന്നാ ഭയങ്കര സ്ലോ.
അവൻ വെളിയിൽ ഇറങ്ങിയത് വിക്കറ്റ് ഇല്ല. സ്ലോ ഉണ്ടോ അവൻ ലെഫ്റ്റോട് അങ്ങോട്ടും അങ്ങോട്ട് അടിച്ച റണ്ണാണ്. അതെല്ലാം നേരെയും സ്ട്രൈറ്റും ഓഫിലൊക്കെ അടിക്കാൻ തരും. നമുക്കായാലും ലെഫ്റ്റ് ഹാൻഡർക്കായാലും അവർ സൈഡിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചോറ് തിന്നിട്ട് വന്നു. ഒന്നും കഴിച്ചില്ല. ഞാൻ രാവിലെ ദോശയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. വൈകിട്ട് അമ്മയ്ക്കോ വയ്യാതെ സമയം കിട്ടിയില്ല. വീട്ടിൽ വന്നിട്ട് കഴിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല. ഞാൻ വീട്ടിൽ വന്ന ഉടനെ അമ്മയുടെ ആലങ്കോട് വരുമെന്ന് പറഞ്ഞു. നേരെ OP ടിക്കറ്റ് മറ്റേ ഇതുണ്ട് കാർഡ്, മറ്റേ RK ഹോസ്പിറ്റൽ. ആ കാർഡ് കൊണ്ട് OP ടിക്കറ്റ് എടുത്തിരുന്നു. അവനെ അന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. കളി അതൊക്കെ കബഡി മറ്റോ അതൊക്കെ അറിഞ്ഞൂടെ ചെയ്തോണ്ടിരിക്കും. സ്കോറ് ജയിക്ക 81. എത്ര വിക്കറ്റ്? അതായത് ഇപ്പൊ നോക്കാൻ പറ്റൂല. നീ വേറെ ഫോണിൽ കയറി നോക്കും. എത്ര വിക്കറ്റ്? വേറെ ഫോണിൽ നോക്കൂ. അവൻ എത്ര വിക്കറ്റ് കിട്ടിയെന്ന് ഇതുമായിട്ടൊരു ബന്ധമില്ല. വിക്കറ്റ് വീണെന്ന് പറഞ്ഞ് മൈനസൊന്നും ആവില്ല. 9 വിക്കറ്റ് പോയി. എന്നിട്ട് 80 റൺ അടിച്ചു. അവസാനം വരെ എല്ലാവർക്കും ഏറ്റവും എടുക്കുന്ന ടീമാണ് പഞ്ചാബ് 25. ഒക്കെ വരുന്നത് അമ്മ വിക്കറ്റ്, LP കളികൾ കഴിയുമ്പോൾ അപ്ഡേറ്റ് ആകുമ്പോൾ അടുത്താളെ നമുക്കാണ് എടുത്തു വെച്ചാ പോയി. അവൻ്റെ അവൻ ടീം ഓണറാണ്. എത്ര കപ്പ് മേടിച്ച് എൻ്റെ ട്രോഫി ആണെന്ന് അറിയോ? എത്ര ഉണ്ടോ പ്ലെയർ നെയിം? റജിന റജിന റജിൻ 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 ചുമ്മാ പറയാം. അവൻ അത്യാവശ്യം വലിച്ചെറിയുന്നു. ഫസ്റ്റ് ബോൾ സൂപ്പർ ബോൾ. നമ്മളെ ജോലി മുളവല പഠിക്കും ജൂനിയർ. അവൻ നമ്പർ ചോദിക്കുന്നില്ല മറ്റേ പാക്കൻ്റെ അക്കൗണ്ടില്ല. നോക്കടാ എൻ്റെ ഫോണ് റീബൂട്ടായി. 15% ചാവുള്ള പോകുന്ന തെണ്ടുന്നു. തെണ്ട് സത്യം തെണ്ട് തെണ്ടിക്കോന്ന് വീട്ടിൽ പോയിട്ട് വല്ല പരിപാടിയൊന്നും ഇല്ലല്ലോ.
ഞാൻ നാട്ടിക്കുന്നു. ഞാൻ കല്യാണ വീട്ടിലോട്ട് പോയാലെന്ന് അറിയില്ല. ലാവണ്ണേരില്ല 2 മണിയിലും മക്കളെ ക്യാറ് കാണാൻ വേണം നിങ്ങൾക്ക് അവിടെ വന്നോ എന്ത് പറഞ്ഞ തീരും. എന്നാ ഞാൻ പോയടാ, ജസ്റ്റ് പോയി സ്വായിക്ക് നമ്മള് ഇൻസ്റ്റയിലൊരു സ്റ്റോറി പിരികന്നെ അഞ്ച് ബോൾ ഭയങ്കര കിള്ളിയിൽ ഒരു ദിവസം പോയാലോ? കിള്ളിയിൽ കൂട്ടുകാരാണ് എല്ലാവിടെ പോണില്ലേ? അടുത്ത് എറിയുന്ന ആളുടെ പേരെന്ന് ബ്രോ, എറിയുന്ന ആളുടെ പേര് ബൗളർ നൈം, ബൗളർ നൈം. ഇത് ഷൈജു ഇല്ലല്ലോ. നൈം എന്താ കൊടുത്താക്കുന്നേ? ഷൈജു ഇല്ല. ക്രിസ്റ്റി റോസിന്റെ ഒരു പടം മാത്രമേ ഉണ്ട്, ഷൈജു ഇല്ല. പേരില്ല. ഞാൻ അതായിരിക്കും ഷൈജു. വേറെ എന്തെല്ലാം നടക്കുന്നത്? റൈറ്റ് ആൻഡ് ഫാസ്റ്റ് രണ്ടെണ്ണം. ഇത് വേറെ ഇതില് അവനെ കാണിക്കുന്നില്ല. അവന്റെ നമ്പർ പറഞ്ഞാണ്, ഫോൺ നമ്പർ പറഞ്ഞാളെ. ബാറ്റ് ചെയ്താലും ഒരു ക്രിക്കറ്റ് റോസ് ഒരു ഇതാണ് കിടക്കുന്നത്. ഇതിൽ പേരുമില്ല, ഒന്നുമില്ല. അടിയിക്കുന്നൊന്ന് കാണിച്ചു. ഇതിലിവിടെ ഇത് ഇത്ര നേരം ഇല്ലായിരുന്നു. റെസ്റ്റ് ഓഫ് ദ ടീമിലാണ് നടന്നത്. അല്ല, നേരത്തെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എടുത്തല്ല. വേറെ ആരെ ബാറ്റിങ്ങിന് ഇറങ്ങി. നിങ്ങൾ നേരത്തെ കൊടുത്തത് പേര് മാറ്റിയായിരിക്കും കൊടുത്തിട്ടുള്ളത്. അത് പറയണം. ഓക്കെ, സോറി. ഞാനല്ല ചെയ്തത്. മറ്റേ കാണിച്ചിട്ടേ അവൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ല, നേരത്തെ കാണിച്ചില്ലേ? ആ പ്ലെയറും കളിക്കാനുണ്ടോ? ഉണ്ട്. കളിക്കുള്ള റെസ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ വാണത്തിന് ക്രിക്കറ്റിന്റെ അപ്ഡേഷൻ എന്തൊക്കെ കാണിക്കുന്നത്? ക്യാച്ച് എടുത്താടെ. ഇറങ്ങുന്ന പയ്യന്റെ പേര്, ബാറ്റ്സ്മാന്റെ പേര് നമുക്ക് ഒരു ഓവർ 26 ഉണ്ട്. 30 ഓവറിൽ 29 ഓവർ 57 മതി. മെയിൻ ബോളറിനെ തല്ലിയപ്പോൾ തന്നെ
എനിക്ക് ഈ സാധനം സമാനത്തിന്റെ ഓണത്തെ ലൈൻ വേടാണ് കേട്ടോ അതറിയില്ല ബോംബെ എടുത്തോളൂ വേറെ വന്നുണ്ട് നമ്മുടെ വീണ് തൊലിയണത് ആവശ്യം ബാക്കിയുള്ളത് അയക്കി നാളെ രാവിലെ ഞാൻ മൊത്തത്തിൽ അത് കൊടുക്കുകയും അങ്ങനെ വോയിസ് രാവിലെ നിർണായകമായ ഡിസിഷനൊക്കെ ഗ്രൂപ്പുകളിൽ ഇറങ്ങുന്നു സമയത്ത് നേരത്തെ അത് ഇന്നും കൂടെ നോക്കുള്ളൂ അല്ലെങ്കിൽ 42 എല്ലാവരും അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അത് മറ്റേ ഷിജു ഇടായിരുന്നു നമ്മളെ ടീമിൽ ഞാൻ മറ്റേ പലാസ് ഇതുവരെ വന്നില്ലല്ലോ തന്നില്ലല്ലോ ആ വല്ലാസല് ബോളാ ക്യാച്ച് എടുത്ത ആളുടെ പേരെന്തായിരുന്നു നല്ല കളിയൊക്കെ കിടത്തിട്ട് കപ്പ് വയ്ക്കുന്നു ട്രോഫി വയ്ക്കണം ഭയങ്കര പ്രമോഷൻ കളിയായിരുന്നു എന്ന് നടന്ന ചെറുതാണല്ലോ ഇപ്പൊ കേറിയ ആളുടെ പേരെന്താണ് ശരത് ബൗളർ നെയ് ഓക്കെ നല്ല പരിചയമുണ്ടല്ലോ അതിപ്പോ തലയിൽ വിളിച്ചാ ആരും കണ്ടോ മറ്റേ ഇതില് ഡിസ്കാറോസില് കളിച്ചെറിയുന്നു ബാറ്റ്സ്മാന്റെ പേര് ഇരുപത്തിയേഴ് 3 Why? എല്ലാവരും ഇട്ടാടെ നിങ്ങളുടെ ടീമിൽ സംഭവം കൊള്ളായിരുന്നു അത് നമുക്ക് ആരും എടുക്കുന്നത് രാഹുൽ കൃഷ്ണൻ മൂന്നാമത്തെ ബോൾ സ്ലോ കമ്മിൻസും പത്തോടെ
നാല് പോകാൻ പൈസ 160 അടിക്കാൻ പറ്റുള്ള ഒമാനിനെതിരെ 7 വിക്കറ്റ് വരുന്നത്. പാകിസ്ഥാൻ തന്നെയത്. പഴയ ഫർഹാൻ 29 ഓടി പ്ലെയറാണ് കേട്ടോ. ആരൊക്കെ ഓപ്പണിംഗ് ആരൊക്കെ? ഫർഹാൻ, അയൂബ്, ഡക്ക്, ഹാരിസ് 66, ഫക്കർ സമാൻ 23. ബൗളേഴ്സ് ആരൊക്കെ ഉണ്ടോ? അമ്പേരെ നോയാണോ? ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ട്രൈ ചെയ്യൂ. എടാ ഇനി 18 പോടെ 41. നമ്മൾ എന്നെ ഇറങ്ങി പിടിച്ചടാ. ആദ്യം ഒറ്റ ഓവറിൽ അടി വീണതേ ഉള്ളൂ. അർജുന്റെ ഫസ്റ്റ് റീലുണ്ടായിരുന്നേ ചന്ദ്രനെ പിന്നെ അതിടാതെയാണ് വേറെ ഇട്ടത്. എല്ലാത്തിനും തുളസിമാരടിക്കണം. കണ്ടുപിടി. ബൗളറിന്റെ പേരെന്താണ്? ഡോട്ടല്ലേ? സുബ. ഇവരാണ് ഇവിടെ പോകും. 2 ഡോട്ട്, 1 ഡോട്ടും കൂടെ. വൈഡ് ഭർത്താവ് ഗൾഫിലാണോ? എന്താ സഹായിക്കാം, ചെറുക്കൻ സഹായിക്കും. സിംഗിൾ അല്ലേ? ഞാനുണ്ടല്ലോ. എത്ര പേരുണ്ട്? നീ ഇതൊക്കെ മറ്റൊരു പെമ്പിളെടുത്ത് ഇതൊക്കെ ആരെന്ന് പറയും? അതല്ല, ബാക്കിയുള്ള പിള്ളേർ ആർക്കൊക്കെ അറിയാം. നീ 8 പറയില്ല നമ്മള്. ഓവറായി ഓവറായി. 2:38.
ആ ഓണം ഇറ്റാ 89 രൂപ 89. എത്ര രൂപയ്ക്ക് എടുത്ത? 1 രൂപ. എത്ര നാൾ കയ്യിൽ? ഒരു മാസം പോലും ഞാൻ പിടിച്ചാൽ മതി. അതാടാ പിടിച്ചിട്ടുള്ള മൈലേജ് 1,20,000 രൂപയ്ക്ക് വണ്ടി എടുത്ത് ഒരു മാസം പോലും യൂസ് ചെയ്തില്ല. 89,000 രൂപയ്ക്ക് വിറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റീന ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മൈലേജ് ഇല്ല. നീ പിന്നെ അതൊക്കെ അറിയാലോ, ആ വണ്ടിക്ക് മൈലേജ് ഉണ്ട്. നിങ്ങൾക്ക് ആ വണ്ടികൾ കണ്ടല്ലേ? എറിയുന്ന ബോളറിന്റെ പേര് ഫുൾ മോഡിഫൈഡ്. നേരത്തെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവൻ ഒരാൾക്കില്ലല്ലോ, അവൻ 2 കുറവ്. നമ്പർ പ്ലേറ്റ് അനീഷ്, അവന്റെ ജേഴ്സി പേര് അനീഷ്. ആടാ കളിക്കുന്നത് മാണ്ടറ കുറെ വേറെ ഇവന് വരുന്ന ചാത്തനെ കണക്ക് ക്രിക്കറോസ് എനിക്ക് ആപ്പൊക്കെ കൊണ്ടുവന്നു. ആപ്പിന്റെ സിമ്പിള് പേരൊന്നുമില്ല, അതെടുത്ത് ആടിയാൻ കിടക്കുന്നു. ആട് കൊടുത്തപ്പോഴത്തേക്ക് ഇതാവൂലെന്നും പറയണ. ഞാൻ കാണിച്ചു. അത് നിന്റെ സ്റ്റോറി അല്ലേ? ശരിടാ. എടാ നമ്മളന്ന് ഇന്ന് സച്ചിൻ പേ സച്ചിൻ്റെ എനിക്ക് ഇത് കാണാൻ വേണ്ടി സൈക്കിള് കരഞ്ഞു. ഞാൻ കരഞ്ഞത് 2019 വേൾഡ് കപ്പ് സെമി. അത് അവന്മാരോടെ തട്ടത് ന്യൂസിലാൻഡിലൂടെ ധോണിയുടെ റൺഔട്ട് ചെയ്യുന്നുണ്ടോ? കരഞ്ഞ് ഞാൻ. എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് ബോൾ സ്ലോ ആണ്. ആ അത് തന്നെ, അവൻ്റെ ബോൾ സ്ലോ ആണ്. എയർപോർട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തത്. എന്നാണ് എവിടെ കൊണ്ടാണ് എൻ്റെ ഫോട്ടോ എടുത്തത്. അതല്ല 26 വയസ്സൊന്നും വേണ്ട നീ പറഞ്ഞു. അത് എൻ്റെ ഇൻസ്റ്റയുടെ അതിനോട് ഇതില്ല. എടുത്ത ഓവറായി കഴപ്പില്ല ഒരേ തീം ആനയുടെ ബാറ്റ്സ്മാൻ്റെ പേര് അറിയാവുന്ന ഓക്കെ നീ എന്തിനാണ് ഫോളോ ചെയ്തത്? ഒരു നിങ്ങൾ കാണും നീ ബൗളറിന്റെ പേരെന്താ? ബൗളറിന്റെ പേരെന്താ ബ്രോ? ഫസ്റ്റ് ബോളല്ലേ ഡോട്ട് അല്ലായിരുന്നു? ബ്രോ എത്ര ബോളായി ബ്രോ എത്ര ബോളായി? ബോളത്തിലായി ഇതിന് മുമ്പ് 3 ബോളായി. 2 ബോൾ. രണ്ടാമത്തെ ബോളാണ് റണ്ണൗട്ട് ആയത്. 2 ബോളായി. ഫസ്റ്റ് ബോളാണ് റണ്ണൗട്ട്. ഓക്കെ അത് നോയല്ലേ നോയ്
ഒരു ഗോൾ. അടുത്ത് ഇറങ്ങി ആരായിരുന്നു ബ്രോ? അടുത്ത് ഇറങ്ങി ആരായിരുന്നു? ചേട്ടാ അപ്പുറത്ത് ഇറങ്ങിയ പേരെന്താണ്? അപ്പുറത്ത് ഇറങ്ങിയ ചിക്രു അല്ല, രഞ്ജിത്ത്. ചിക്രു തന്നെ അടിച്ചിട്ടായിരുന്നു. അപ്പോൾ ജിക്കു. അടുത്ത് സ്ട്രൈക്ക്. നോ ബോളിലും എന്തായിരുന്നു? നോ ബോൾ 6. വീണ്ടും നോ ബോൾ. അത് നോയാ രണ്ടാമത് നോ ബോൾ 6. ആ വീണ്ടും 6 നോ ബോൾ. 3 നോ ബോൾ 3 നോ 6. 3 നോ. അത് കാലാ. 12 5 ബോളില് കളി മാറി നോക്കി ഒരു 30 ഇത് കാലാ പോയാ. ഇത് കാലല്ല, അവിടെ നേരെ സംസാരിച്ചു തോന്നുന്നു. 5 ബോളിൽ 9 ഓവറടിയാൻ പറ്റില്ല. വെയിറ്റ് കഴിയണ്ടേ? വെയിറ്റ് കഴിയണം. ഓവർ ബാറ്റ്സ്മാൻ മാറണം, അല്ലെങ്കിൽ ഓവറടിയാണെന്ന് പറ്റൂലേ. 5 ബോളിൽ 9. അയ്യോ അവൻ ടെസ്റ്റ് ആക്കി തന്നില്ല. കളി മാറ്റി കൊടുത്തു. അമ്പയറിന് പോണ വഴിയുള്ള അമ്മാനെ അനന്തന്റെ ബ്രാക്കാണ്. അനന്ത ഇതിന്റെ ഇല്ലുമിനാറ്റി ഇല്ല. ഒരു കണ്ണ് ദൃഷ്ടിദോഷം വീണു. അവൻ തന്നെ എറിയണത്. എനിക്ക് മാറ്റാൻ വയ്യ. അന്ന് അവിടെ മാറ്റി നീ മാറ്റിയില്ല. ചിലതൊന്നും ഞാൻ മാറ്റി നോക്കി. ഓ അന്ന് കിളി മാറി കേട്ടോ. ഇനി 3 കളിയിട്ട് ഇനി തോക്കുവന്നു. കൊണ്ടുവന്നിട്ട് തോക്കുവന്നു. അവന് വാണത്താണ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തണ്ടി കേൾക്കാം. എന്റെ ചാർജ് ഇല്ല. കളിയാണോ? ഇനി 2 ബോളിൽ 7. 4. ഇവനാണ് കളി കൊണ്ട് പിടിയുന്നേട്ടാ. അവര് പ്രഷറാണ്. 6 വർഷമുണ്ട്. നല്ല വർഷം. ഇതെല്ലാം നമുക്ക് പറ്റിയ മണ്ടത്തരം. ഒരു ബോൾ 7, ഒരു നോ ബോൾ 6. നോ ബോൾ 6. അമ്പയറിന് ഇങ്ങനെ പൈസ കാലിലുള്ള പൈസ. ഓക്കെ അമ്പയർ ത്രില്ലിംഗ് കളി. സൂപ്പർ ഓവർ. ഓട്ടോമാറ്റിക് ഇപ്പൊ സൂപ്പർ ഓവറാണ് വരുന്നത്. ഓട്ടോമാറ്റിക് സൂപ്പർ ഓവറാണ്. ഏത് ടീം വിന്നെന്ന് ചോദിക്കുന്നു. നീ പറ. മനസ്സിലാക്ക്. സൂപ്പർ ഓവർ. സൂപ്പർ ഓവർ ഒന്നും വേണ്ട. സൂപ്പർ ഓവർ ഒന്നുമില്ല. ഓരോ പോയിന്റ് സെറ്റിംഗ്സ് സൂപ്പർ ഓവർ സമയം. ഓരോ പോയിന്റ്
എന്നാ പ്രശ്നം? നമ്മളെ ബോളിങ്ങിനെ പറ്റി ഞാനെന്താ നമ്മളെ ബോളിങ്ങിനെ പറ്റി ടോസ് കിട്ടിയാ ഇതിപ്പോ നിങ്ങളൊരു കളി ജയിച്ചാലും പുറത്താണ്. ഇല്ല 3 ടീം ക്വാളിഫൈ ആവും. ഫസ്റ്റ് ടീം ഡയറക്റ്റ് ഫൈനൽ. നിങ്ങളവിടെ ഏത് ടീമില്? മറ്റേ നമ്മളല്ലേ ബാക്കി എടുത്ത് വിട്ടത്. ഐക്കൺ സോനുമായില്ലേ? സോനുവിനെ പകരം കൊടുക്കും. ആ പകരം ഉണ്ടല്ലേ. ആരാണ് സ്കോർ കണ്ടിരുന്നത്? കൊടുത്തില്ലേ? അനതാ നമ്മളുടെ കളിപ്പിക്കോ? ഇനി പറ്റത്തില്ല. നമ്മള് അല്ലേ അടുത്താണ് ടീമിൽ വിളിച്ചാണ് കളിച്ചിട്ട് ഇറങ്ങി. ആദ്യം തോറ്റില്ലേ? ആ ടീമിൽ 10ാമത്തെ പ്ലെയർ അടിക്കുന്നത്. ടീമൊന്നും എല്ലാം കണക്കെ. ഹലോ ഞാൻ ഇവിടെ പിറകിലിടാ. ഇവിടെ കീപ്പറിൻ്റെ ഇവിടെ ഞാൻ ഇവിടെ വെറുതെ കളി കണ്ടോണ്ടിരിക്കുന്നത്. നല്ല വീഡിയോ തന്നെ ആയിരിക്കുമല്ലേ? ഒരു 30. ഓ നിങ്ങൾ കളിക്കില്ലേ? പോസ്റ്റർ ഇവിടെ ആകുമ്പോഴത്തേക്കാണ് ജാഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ ഞാൻ നീ കളി ബ്രോ ഇത് സ്കോർ ചെയ്യോ? അവിടെ നിന്ന് എളുപ്പമാണ് കുറച്ച് ചോദിച്ചു. ലോക്കായി. അവിടെ നിന്ന് മറ്റേ ഇതൊക്കെ വന്ന് നിരത്തി JCB ഇറക്കിയെല്ലാം പെരടും ലെവലാക്കിയിട്ടായിരുന്നു. പോയിരുന്നുണ്ട് പെരട ഇങ്ങനെ കാണാൻ ഒരുപാടുണ്ട്. കാണുമ്പോൾ ഒരുപാടുണ്ട്. പണിഞ്ഞതാ 30 മീറ്റർ. 30 മീറ്റർ ഉള്ള 30 മീറ്റർ സെന്ററിന് എടുക്കുമ്പോഴായിരിക്കും അല്ലേ ബേക്കിലൂടെ നോക്കിയിട്ടാണ് 30 മീറ്റർ എന്ന് പറയുമ്പേ നമ്മൾ നോക്കിയപ്പോഴേക്കും 30 35-40 കാണും. അത് എല്ലാ സൈഡിൽ നിന്ന് ഓരോ മീറ്റർ വെച്ചാണ് വീടും. അതിനകത്തിന് ഷട്ടിൽ കോട്ടൊക്കെ എവിടെ വരുന്നതാണ്? ഷട്ടിൽ കോട്ട് വന്നതാണ് കളിക്കും. പക്ഷേ തുറന്നല്ലേ ആ ഷട്ടിൽ കോട്ടോട്ട് സ്പേസ് ഒന്നും അങ്ങനെ കളിക്കുന്നത്. അപ്പം അതെല്ലാം വിട്ടിട്ടാണ് എന്താ ബൗണ്ടറി 30 മീറ്റർ ഉള്ളതെന്ന് പറയാം. 30 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അതുവരെ ഉള്ളു. ഈ കാണുന്നതേ ഉള്ളല്ലേ? വൈറ്റ് കൂടെ ഇങ്ങോട്ട് വരുമായിരിക്കും. അവിടെ സിക്സറേ പറ്റുള്ളൂ അല്ലേ? സിക്സറൊക്കെ അങ്ങ് പോവാടി അടിയൻ്റെ അതിലേക്കണ കൊല്ലം നിബിയ ഇതൊക്കെ പറ്റുമോ? ഇത് അതിലും പടി പോകും. ഈ പന്ത് അടിച്ചില്ല അവിടെയാണ് വീഴുന്നത്. അത് ഏകദേശം 60 മീറ്ററാണ് 40 മീറ്റർ ഉണ്ട്. അത് ലക്കിന് കൊണ്ടു കഴിഞ്ഞാൽ അങ്ങ് വെളിയിടും. കൂടുതൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടും പവർ ഇല്ലാത്തതുകൊണ്ട് പോകും. സ്ട്രൈക്കറിൻ്റെ പേരെന്തിനാണ്ടാ? സ്ട്രൈക്കർ പേരെന്തിനാണ്? അപ്പുറത്താ അമൽ ജയാറാ. ബൗളർ ആരെ? എന്തായാലും നമ്മുടെ മടവൂർ ഓണാക്കും. അവിടെ അടുത്ത് മൈക്ക് സെറ്റ് ഇറങ്ങി വന്നു. മൈക്ക് സെറ്റ് കൊള്ളാം. അവിടെ തൊട്ടടുത്തുണ്ടല്ലോ. എന്താ കുത്തി സ്പോൺസർ കിട്ടും. ഹരീഷ് എന്താ തൊട്ടിപ്പുറത്താണ്.
അനീഷൻ്റെ അമ്മ അനീഷിൻ്റെ ഓഫീസിൽ ഇപ്പുറത്ത് ആയിക്കോട്ടെ 2 ദിവസമാണ് അനീഷിൻ്റെ നാളെ വരുന്നുണ്ടോ നൈക്കി സെറ്റ് എത്ര രൂപ എത്ര 2 ദിവസം സെറ്റ് മറ്റേ ഷെഡുമാണ് ഭയങ്കര പൈസ ആവും എന്നാലും ഭയങ്കര പൈസ എത്ര രൂപ 10 രൂപ മറ്റന്നാ അവിടെ ലീഗ് ഉണ്ടെന്ന് കളിയുണ്ട് കടമാറ്റുള്ളത് അവിടെ അന്ന് കളിക്കാൻ പോയി ഞാൻ കളിക്കാൻ പോയി അവിടെ ഉള്ളവരെ മാത്രം ഇത് കണക്കാണ് ആ അതെ മറ്റേത് 4 ടീമേ ഉള്ളൂ എന്നെയും വിളിച്ച് അവിടെ അന്ന് മറ്റേ മോട്ടോ സ്റ്റായിൽ മറ്റേ ഉണ്ടല്ലോ തൗഫീഖ് എന്ന് പറഞ്ഞ ബുംറനെ വെച്ച് അവരുടെ ടീമിൻ്റെ വേറൊരു തൗഫീഖ് ഉണ്ടല്ലോ മറ്റേ തടിയുള്ള അങ്ങനെയാണ് എന്നെ പിടിച്ച് അധികം കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ചത് അല്ല ഞാൻ കളിക്കാൻ പോയെന്നില്ല ഓവർ എനിക്കുണ്ട് 1 ഓവർ 8 ബൗളർ പേര് എത്ര അഭിജിത്തൊന്നാണ് പക്ഷെ മറ്റേ കൂടെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നു അത് കുഴപ്പമില്ല അതേ കട്ട് ചെയ്തോളാം റെക്കോർഡിങ് ആയാൽ മതി എമ്പഴത്തെ ഇവിടെ പുതിയത് വരുന്നു ഇവിടെ ഇതിൻ്റെ അടുത്തുള്ള മണി വരുന്നുണ്ട് പേരെന്തുവാടാ അത്തോട്ട് അറിയാൻ പറ്റാം മറ്റന്നാ ടർഫിനകത്ത് ലീഗ് രജിസ്റ്റർ ചെയ്തില്ലേ ആരുടെ ടീമില് ആഷിക്കോ നോക്കിയടാ എന്തരടിയാവുന്നു ഇനി എത്ര പന്ത് അടിച്ച് കളയുന്നുണ്ടോ അവിടെ നെറ്റടിച്ചാലേ നടക്കുള്ളൂ അപ്പുറത്ത് കാണില്ല ഇരുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരാൾ അവിടെ നിർത്തിയേക്കണം 17
നിങ്ങളല്ലേ കാറ്റി കൊണ്ടാകും അച്ചു ഇവിടെ ഒരു സമയത്ത് ഒരു ലീഗ് ഉണ്ടായിരുന്നു മാമ്പഴം പ്രീമിയർ ലീഗ് എവിടെയാണ് 2 ഐക്കൺ ആകെ 10,000 കളി 2 ഐക്കൺ അയക്കണ്ണ കൊടുക്കാൻ 4 ബോൾ 2 ഐക്കൺ വന്ന് എനിക്ക് കളിക്കാൻ ഒന്ന് സച്ചു ഒന്ന് വെളിഞ്ഞു വന്നിട്ട് ഇവര് അമ്പത്തിന് തിരി കൊടുക്കുന്ന അതിൻ്റെ കൂടെ ആ കൂട്ടത്തിൽ നമ്മുടെ ഷിജു ആളില്ലേ അവനുമായിട്ട് ടീന്ന് പറഞ്ഞ ഇവിടെ അട്ടീനോട് റേഞ്ച് അട്ടികളായിരുന്നു അന്ന് ഇത്രയും സ്റ്റെപ്പ് ഇല്ല 17 സ്റ്റെപ്പ് ഉള്ളു അമ്പത്തി സ്റ്റെപ്പ് 17 ഇത് പറഞ്ഞ അവന്മാരുടെ ഒരു മരണം 29 പേരെന്തിനാണ് ബൗളറാ അടിക്കുന്നില്ലേ മൊത്തം ബാറ്റ്സ്മാൻ്റെ പേര് വേൾഡ് കപ്പ് അടിച്ച ടീമാണ് അടിച്ച് കയറ്റി കുറവനെ നല്ല ഇതാവായിരുന്നു ഇങ്ങനെ 43 തീർത്തടിക്കണം നല്ല തീർത്തടിക്കണം ഈ ഒരു പരിപാടി ഇല്ലാത്തവരാണ് സൂക്ഷിക്കുകയാണ് കൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകെട്ടെല്ലാം തലതിരിഞ്ഞ കൂട്ടുകെട്ടാണ് അർത്ഥം പോലും മറ്റേ ഇതാണ് അർത്ഥം തന്നെ എൻ്റെ കൂട്ടുകെട്ടെല്ലാം തലതിരിഞ്ഞ കൂട്ടുകെട്ട് അതാണ് പ്രശ്നം മാത്രമേ കാണിക്കുന്നത്
നമ്മുടെ മോനെ എവിടെ നിന്ന് നീ കളിക്കാത്ത ഇറങ്ങാത്തത് കളി ഇറങ്ങും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഹലോ 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 3 മൂടല്ലേ? മീമടക്കം കൊണ്ടുപോയി കൺട്രോൾ മാറി നേരത്തെ ഒന്നുകൂടി വെച്ചുകൊടുത്തപ്പോ കളിച്ചോണ്ടിരിക്കുന്നു കേൾക്കുന്നുള്ളൂ. ഹലോ സിംഗിൾ അല്ലേ? ഇല്ലല്ലോ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗ്രൗണ്ടില് ഇല്ലല്ല കഴിഞ്ഞില്ല. ആ അടുത്ത് ബൗളർ ഒരാൾക്കൊരു ഓവറേ ഉള്ളൂ ബോളിംഗ് എടുത്താണ് പന്ത് പിടിക്കണേ തിരിച്ചു പോയടാ. പോയാ പോയാ നിന്റെ എന്റെ പെണ്ണുമ്പിള്ളല്ല വിജിലാണ് എന്റെ പെണ്ണുമ്പിള്ള. നല്ല വിജയനാണ് ഇന്നല്ലേ പോയി ഇന്നലെ വിജിലെണ്ണ അധികം വൈകാതെ രണ്ടെണ്ണം വിളിച്ചാൽ മതി. 64. നീ ഏത് ടീമില് ലാസ്റ്റ് ബോളാണ് ഇത് പിടിക്കണം. ഞാൻ ബാറ്റിംഗ് ടീമില് ഞാൻ ഇറങ്ങി ബോളിംഗ് ടീമില്. അതല്ലടാ പിന്നെ ഞായറാഴ്ചത്തെ കളിയിൽ നാലാമത്തെ ടീമിൽ ചാടി സച്ചിട്ടുണ്ടല്ലോ. സിംഗിൾ അല്ലേടാ? ഓവർ നാളെ SKവിൽ പോയാലോ കളിക്കാൻ? വൈകിട്ടല്ലേ? നാളെ അമ്മയുടെ കളി ഉണ്ടെന്ന് പറഞ്ഞ നാളെ 150 പേരാണ്. 66. നീ സവാദിന്റെ ടീമില്? സവാദിന്റെ മറ്റേ താടി വെച്ചാൽ പുള്ളിയില്ലേ? അതന്നെ സവാദ്. അത് മടവൂര് നേടെ മോഡലാണ്. മടവൂര് ഗ്രൗണ്ടായില്ലേ കളി? അല്ലേ SKV അന്നാ റെഡിയാക്കിയിട്ടപ്പോൾ സെറ്റായിരുന്നു. നമ്മൾ അതിന് മുമ്പ് ഒരു റൗണ്ടിലൂടെ നടത്തിയായിരുന്നു, ഒരു സമ്മർ ലീഗ്. പക്ഷെ അത് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി മൊത്തം. ഇത് പൊളിഞ്ഞ് പോകില്ലേ ഇപ്പം? എല്ലാ ആഴ്ച ചെറുതായിട്ട് തട്ടിക്കുട്ടി നടക്കുന്നുണ്ട്.
ആരും 500 രൂപ കിട്ടണമെന്നും പറഞ്ഞ് നടത്താത്തതുകൊണ്ട് ചിലപ്പോൾ നടന്നു പോകും. 500 രൂപ കിട്ടണമെന്ന് പറഞ്ഞ് നടത്തിയാൽ പോയി പോകും. ബാറ്റ് എപ്പോഴും എല്ലാവരും ബാറ്റ് എടുത്താൽ നിൽക്കുകയാണ്. നീ ഔട്ടായി ഞാൻ അടുത്തത് നേരത്തെ ഞങ്ങൾ ടൈ ആയില്ലേ? അവന്മാർ സുഖമായിട്ട് ജയിക്കായിരുന്നു. ആ പയ്യെ ഓടി മാറിയില്ല, അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ വിളിച്ചാൽ ഇല്ല മറ്റേ ഓടിയില്ലാണ്, അല്ലെങ്കിൽ അഞ്ചൽ പഠിക്കാനായി. ബോളർ കീപ്പർ കീപ്പർ ബോളർ പേര് ബോളർ അതാണ് അതിലുള്ളതിൽ വൃത്തിയുള്ളത്. അപ്പുറത്ത് പോയി പന്തെടുക്കാൻ ഉണ്ടല്ലേ, അതിനപ്പുറത്ത് പോയ പന്തൊന്നും എനിക്കറിയാം. അടിക്കുന്നില്ല, നല്ല വെയിറ്റ് കൂട്ടി അതായത് വെയിറ്റിന് വലിച്ചെറിഞ്ഞു. വെയിറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ടാ ചു. അവിടുത്തെ കളി എന്നാണ് 21-ാം തീയതി 20-21 നമ്മൾ നിങ്ങളുടെ ടീമിൽ ആരെയും നമ്മുടെ ടീമിലൊരു പ്ലെയറാണ് നാട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് നടന്നത്. ഷമീർ അനന്തൻ്റെ ടീം കളിക്കുന്നത്. ഇതാണ് കണ്ടം ക്രിക്കറ്റും പ്രൊഫഷണൽ ക്രിക്കറ്റും വ്യത്യാസം. ഇവിടെ വന്ന് മാറിയാണ് മറ്റേതിലോട്ട് വരുമ്പോൾ നേരെ തീരും. അഞ്ച് വന്ന് 5 അടി അടിച്ചിട്ട് വീട്ടിൽ പോകും. അതിനപ്പുറത്ത് പോയോ? അതിൻ്റെ അപ്പുറമൊന്നുമല്ല, അങ്ങ് പോകും. തെങ്ങിൻ്റെ അതിലെ നേരെ അങ്ങ് പോകും. ഒരു വണ്ടി വണ്ടിയുള്ള ആ ഒരു വണ്ടി ഇന്നെടുത്ത് കൊടുത്തു. കളിച്ച രണ്ടും പോയി അവരുണ്ട്, അവരുടെ ഉണ്ട് ഐക്കൺസ് ഉണ്ട്. ആ പോയടുത്ത് വേറൊരു പന്തോട്ടുണ്ട്. 22 ഓവർ എന്തറിയാമോ? ആ പയ്യന്റെ പേരെന്താണ് ചേട്ടാ? പയ്യന്റെ പേര് ലിജിയസ് അല്ലേ? ലിജിൻ.
ഇറങ്ങണോ? ചേട്ടന്റെ പേര് രാഹുൽ. ഇരുപത്തഞ്ച് 25 2 കളി. ബോൾ എന്താ ബൗളറെ പേര്? മുത്തു. അടുത്ത് വെച്ചു അടുത്താണ് ഇരിക്കുന്നത്. പന്ത് തന്നെ അട്ടിയുണ്ട്. വേറെ പോകുന്നുണ്ടല്ലോ. ജയിച്ചാൽ 5 പോയിന്റ് ആവില്ലേ? നല്ല കുറച്ചാവും. ബാറ്റ്സ്മാന്റെ പേര്? ബാറ്റ്സ്മാൻ മൂന്നാമത്തെ കളിയാണ്. മൂന്നാമത്തെ കളിയാണ്. 5 പോയിന്റ്. ചേർത്ത് ബാറ്റ്സ്മാന്റെ പേര്? മഹേഷ്. മഹേഷ്. 36. അതൊക്കെ അവിടെ ഇവിടെ തട്ടുന്നതൊക്കെ ബോൾ 3 ബോളാ. മമ്മി വിളിക്കുന്നു. അമ്മ വീട്ടിൽ കയറ്റില്ല. അമ്മ പിന്നെ വീട്ടിൽ വണ്ടിയിൽ മുട്ടത് നിങ്ങൾക്കുള്ളത് 19 ബോളുണ്ട്. വീഡിയോ എടുത്ത് അയച്ചു കാണാൻ കുറേ ഉണ്ടത്.
കാണാൻ പറയാനുണ്ടത് ഒന്നല്ലെങ്കിൽ ഒന്ന് 500 ഉണ്ട് കാണാൻ അടിച്ചാൻ പറ്റിയുള്ളൂ. ബോളർ പേര് ഇതിലേറാണോ? ഹലോ 40. ഇനി 3 ഓവർ 26 റൺ. 3 വിക്കറ്റ് അടിച്ചത്. ഞങ്ങളെ കളിയുടെയാണ് നെറ്റ് ഇരുന്നില്ല കേട്ട് ഇരുപത് ടൈം എടുക്കില്ലേ? ഇറങ്ങിയാ കളിക്കാൻ വിക്കറ്റ് അത്രയും ചാറൊന്നുമില്ല അത്ര ചാറൊന്നുമില്ല. അവിടെ പോയ പന്തല്ലേ കിട്ടിയ കാണാൻ പോലും പറ്റില്ല. ഇനി 22 14 അനങ്ങിന്നോ മറ്റേ അന്നത്തെ കളി 16 പേര് ഇരുന്നില്ലേ മറ്റേ അമീൻ്റെ ഒക്കെ ടീം ഒരുപാട് എക്സ്ട്രാ ആയിരുന്നു. അതിലാണ് പറ്റും. ഏത് കളിയാണ് കൊല്ലത്തെ കളി കാണാൻ പോലും പറ്റും. ക്യാച്ചൊക്കെ ഇത് നോബോളല്ലേ? അത് നോബോളല്ലേ? അല്ല വെളി അല്ല ബാള് രണ്ട് ലൈവ് 12 വാളി 12 അതൊക്കെ എടുത്തോണ്ട് പോയി നമുക്ക് അവിടെ കൊടുക്കാറുണ്ട്. നിങ്ങളാക്കിയാ പോലെ 2-12. ബൗളർ പേര് എത്രയാണ്? ശരത്തല്ലേ ബൗളർ പേര്? ചേട്ടാ ബൗളർ
ഞാൻ പോട്ടെ മെയിൻ രണ്ട് കളിയും കൂടെ ഉള്ളു. കൊള്ളാം സെറ്റായി. ശരത്ത് കണ്ടു കേട്ടാ ഇപ്പൊ കണ്ണ് പിടിച്ചു അങ്ങനെ ഒരു പറഞ്ഞാൽ ഇറങ്ങും. ഇവിടെ ഇരിക്കല്ലേ ആ പിള്ളേര് ഏറ്റവും ലീഗിട്ടായിട്ട് അവിടെ പിള്ളേരെല്ലാം ചേർന്ന് ലീഗ് ഇട്ടേക്കുന്നുണ്ട്. മറ്റേ 6 ലീഗ് അല്ലേ? അത് ഒക്ടോബർ 7, 8, 9 പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ അടുത്ത പണി ചെയ്യും. അപ്പോൾ ഈ കളിയൊന്നും പിന്നെ എനിക്ക് രാവിലെ നൈറ്റ് നമ്മളിപ്പം 3-ാമത് നിൽക്കുകയാണ്. നമുക്ക് അടുത്ത സിമെന്റിൽ അടിക്കുന്ന മണ്ണിൽ നടത്തും. പക്ഷെ അയക്കാൻ തോറ്റാൽ നമുക്ക് മറ്റേ റിസ്ക് ഉണ്ട്. മറ്റന്മാർ ചിലപ്പോൾ ഈ കളി കഴിഞ്ഞാലല്ലേ നമ്മളാ തീരുമാനമാവും. പറഞ്ഞിട്ട് ഓഫ് ചെയ്തു. എത്ര സിംഗിൾ രണ്ടാമത്തെ ഓവർ 6 അടിച്ചൊന്നും വന്നില്ല. ഏറ്റവും 3 തൊട്ടൊക്കെ തട്ടുന്നുണ്ട്. ഇതും തട്ടി ബാക്കിൽ എന്താണ് നിങ്ങൾ ഗ്ലാഡിയേറ്ററിന് 50 ജേഴ്സി എക്സ്ട്രാ. ഗ്ലാഡിയേറ്ററിൻ്റെ ടീമിന് 50 ജേഴ്സി എക്സ്ട്രാ. 50 ചെയ്യാണ്ട് അവിടെ പിള്ളേർക്കും എല്ലാവരും കൂടെ ആയിരിക്കും. കളർമാരും എല്ലാവരും കാണും. ഞാൻ പറഞ്ഞ മര്യാദ ഇല്ലേ? പ്ലെയർ രജിസ്ട്രേഷനെക്കാട്ടിയും കൂടുതലാണ് എക്സ്ട്രാ ജേഴ്സി അടിക്കുന്നത്. പൈസ തരത്തില്ല എന്തായാലും. 350 ജേഴ്സി ബ്ലാക്ക് ആണോ? ബ്ലാക്ക് എല്ലാവരും 20 ഓടി വരുന്നത്. ബാക്കി എണ്ണ അടിക്കത്തുള്ളൂ. കൂടുതലാണ് അടിക്കുന്നവർക്ക് പുറത്തുനിന്ന് അടിക്കുന്നതിന് കൂടുതലാണ് ജേഴ്സി റേറ്റ്. മറ്റേതമാര് പ്ലേയേഴ്സിന് കുറച്ചാണ് വരുന്നത്. അത് ഓഫർ റേറ്റ്. ഞാൻ വിചാരിച്ച് ആ റേറ്റ് ആവോളൊന്ന് ഫുൾ അടിക്കാൻ പോകും. MSL അടിക്കുന്നത് കളിക്കാർ അല്ലെങ്കിൽ റേറ്റ് കൂടുതൽ. കളിക്കാരൊക്കെ അല്ലാത്തവരൊക്കെ റേറ്റ് കൂടുതലാണ്. ഒരു പേര് വെച്ച് അടിച്ച് അല്ലാത്തവരും 12 ഒരു ടീമിൽ 50 പേരാ കളിക്കുക. ഫുൾ സ്കോഡ് എന്ന് പറഞ്ഞാൽ IPL 20 പേരില്ലേ ഫുൾ സ്കോഡ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് നടക്കണം. അങ്ങനെയൊന്നുമില്ല. ലോകയിൽ കൊച്ചു മാറ്റം നീ അടിക്കുമ്പോൾ സിക്സർ അല്ലേ മടവും ലീഗിൽ അടിച്ച് 780 അവരെ എന്തുകൊണ്ടാ ഇതിനു വേണ്ടി ജേഴ്സി അടിക്കുമ്പോഴത്തേക്ക് ഡിസൈൻ നല്ല ഡിസൈൻ. ജേഴ്സി കൊള്ളാം. തുണി നല്ലതാണ്. നോക്കട്ടെ. അല്ലേ അപ്പൊ പെയിന്റ് അടിക്കാൻ ഞാൻ അപ്പം വരെ കളിയാ. പെയിന്റ് അടിക്കാൻ അങ്ങോട്ട് പെയിന്റ് അടിക്കുന്നോണ്ട് അവിടെ കാണിക്കാറുണ്ട്. ഓഹോ ഒഴിവാക്കി എല്ലാ കളിയാ അവരെ ടർഫ്. എനിക്കൊന്നും ചെയ്യണ്ട അവിടെ. നീ ഇവിടേക്ക് എത്തിയാ? ഇല്ലില്ല ഇപ്പൊ കഴിയും. നമുക്ക് രാവിലെ കളി നടന്ന നിങ്ങൾക്ക് ലൈറ്റ് ഒന്നും നൈറ്റല്ലേ കളി പകല് ഞാൻ എവിടെയെങ്കിലും നൈറ്റാണ് കളിയെന്ന് അത് പറഞ്ഞ ഞങ്ങൾ കേട്ടാ. 2 ദിവസം തീരുമോ? 2 ഡേ മതിയോ? ആകെ 15 ഒരു ദിവസം 15 സംസ്ഥാനം 2 ദിവസം പോരാ തോന്നി പറയാൻ ചോദിച്ചു. ഇത് 16 ടീമില്ലേ? 16 ടീമില്ലേ? കുഴപ്പമില്ല. ഒരു ദിവസം 5 കളിയാണല്ലോ. 6 ഒരു ദിവസം അങ്ങനെ 2 പോയിന്റുകൾ തീർത്തേ പറ്റൂ. പിന്നെ പ്ലേ ഓഫ് പിന്നെ തീർക്കണ്ട. അല്ലെങ്കിൽ ഒരു ദിവസം ഫൈനൽ എത്തിക്കണം.
നല്ല ബോൾ സെയിം ബോൾ ഇത് ഡൈനാമിക്കിന്റെ നമ്മൾ നോക്കട്ടില്ല. ഇതാ നമ്മളത് ഈ കളറാ ആംസിന്റെ കളറാണ് ഇത്. ആംസിന്റെ നമ്മൾ കളർ മാറ്റി കളറാണ് ഈ കളറും പറയുന്ന മാറ്റി എല്ലാം കൊടുത്ത് പ്രിന്റിങ്ങിന് വരെ കൊടുത്തു. ഒരു പറയടാ മയില് അത് അടിച്ചു കാണില്ലെങ്കിലും ഇല്ല കാണാൻ കൊള്ളാൻ ഒരു വൃത്തിയുള്ളൊരു കളറാണ് മയില്. മര്യാദയ്ക്കാണ്ട് ഇവനൊക്കെ അയച്ചു കൊടുത്തിട്ട് കളർ എടുക്കാം. എൻ്റെ ഓണർ അതൊക്കെ അല്ലേ ചോദിക്കങ്ങോട്ട്. പിന്നെ ആരെയും കളറും പറയാൻ വയ്യോ തേങ്ങ പറയാൻ വയ്യ. ഞാന്മാരുള്ള കളറിൽ അടിച്ചു തരും. ഞമ്മടെ ചോദിച്ചു ബാറ്റോടെയാണ് അവനെ അപ്പോഴെ ബാറ്റ് നീ എടുത്തോളണം. പൈസ അമലിന്റെ അടിച്ചുപിടിക്കാൻ അപ്പോഴേ സാധനം കൈ കൊടുക്കും. പൈസ എന്നിട്ട് പോയാൽ മതി എന്ന് പറയും. നിങ്ങൾ പച്ചയാണ് പച്ച ആൾക്കാർസ് നീരല്ലേ ഈ പച്ച ശകലാണ് വേറെ വെച്ചുണ്ട്. രണ്ടെണ്ണം ഉണ്ടോ? രണ്ട് ടീമാണ്. ഒരു 4 എണ്ണം അടിക്കുകയാണെങ്കിൽ 50 രൂപ വരും. 3 എണ്ണായാലും മതി. അപ്പുറത്ത് ഈ നമ്മളെ ഓണർ ആര് തന്നെ ഒന്ന് അനന്തകൃഷ്ണൻ, ഒന്ന് കൊണ്ട് ആ പന്തെറിയുന്ന ആള്. ബോൾ വേടല്ലേ വേടല്ലേ ചരിഞ്ഞിരിക്കുന്നുണ്ട്. വൈകിട്ട് പോകുന്നത് ഇതിനെന്തിനാന്ന് പറയും. ഈ അറിയുന്നതിന് എന്തിനെന്ന് പറയുന്നു. മടക്കറിയാറായിട്ട് നീ ഒരാളെ കാണിച്ചിട്ട് ആങ്കിൾ മടക്കില്ലേ തോന്നുന്നു. ഇവന്റെ ഈ കൈയാണ് മടങ്ങുന്നത്. കൈ മടക്കിയുള്ളൂ പിന്നെ റെസ്റ്റാ. അങ്ങനെ കൈ മടക്കിയല്ലേ സീൻ. അവന്റെ ഇതാണ് മടങ്ങിയ ഇവിടെയാണ് ചെറിയ മടക്കുണ്ടാവും. ഇത് മടക്കെന്ന് പറയാൻ പറ്റുള്ളൂ. ചെറിയ വലുതേ കൈ മടക്കില്ലല്ലോ. ഇനി അപ്പൊ സൈഡാന്ന് പറയാം. കണ്ടാറിയാണല്ലേ എന്റെ അവിടെ മറ്റേ അങ്ങേരോണ്ട് എന്തോ ലുട്ടുവാ കുട്ടുവാ അല്ല മറ്റേ ലുട്ടും ഉണ്ടല്ലോ മറ്റേ ഇവിടെ കളിക്കുന്നു. ദിലീപിനെയാ പറയണ. അല്ല അനിയനും ചേട്ടനും ഉണ്ടല്ലോ മറ്റേ ഇവിടെ കളിക്കുന്ന മുള്ളോലി കളിക്കുന്നത് ലുട്ടും കുട്ടും എന്നൊക്കെ വിളിക്കുന്നു. ചെറിയ നേരത്തുണ്ടല്ലേ ഞാൻ കണ്ടറിയാം. ഞാൻ കണ്ടതിൽ സുന്ദര മടക്കം ദിലീപിന്റെ കണ്ടതിൽ സുന്ദര മടക്ക് ദിലീപിൻ്റെ കണ്ടതിൽ സുന്ദര മടക്ക് രാവിലെയാണ് നമ്മളെ ന്യൂമല്ല കുട്ടൻ്റെ. പക്ഷെ അവൻ്റെ കൈ ഒടിഞ്ഞിട്ടെന്ന് അങ്ങനെ പറയുന്നു. അതിലും സൂപ്പർ മടക്ക് തോന്നും. എനിക്കാന്ന് പാലക്കാട്ട് നിന്ന് ഒന്നോമാർ അവിടെ വന്ന് ഇറങ്ങിട്ട് പോയത്. സൂപ്പർ മടക്കം സൂപ്പർ മടക്ക്. പിന്നെ ആഷിഖലീനെ മറ്റേ ഇതിലൊക്കെ പോയി കളിച്ചുകൊണ്ട് ആഷിഖലി ചെറിയ മടക്കം എല്ലാവരുടെ കയ്യിലും ഉണ്ട് മടക്ക്. വലിച്ചെറിയുന്ന ആന നോക്കിയാലും അത് മടക്കി.
വലിച്ചെറിയുന്നതും ചിലവന്മാർ അകത്തോട്ട് എറിയുന്നതാണ് മാറുന്നത്. ബോളിംഗ് എടുക്കട്ടെ, താഴെ വന്നു അപ്പുറത്ത് ബാക്ക് ചിലവന്മാർ തിരിപ്പെറിയുന്ന നടക്കും. 3 അടിച്ച് 50 രൂപ. അതെ, നല്ല ബോളേ, നല്ല ബോളേ. കവർ ട്രോഫി രണ്ട് ബോൾ, നല്ല ബോൾ, നല്ല ബോൾ. എനിക്കൊന്ന് കൊട്ടയ്ക്ക് എരിവുള്ള പേടിയാണ്, ചെറിയ പേര്. ഓഫിലെറിയേ ലൈനിലെറിയേ. സിംഗിള് അറിയില്ല. ഇങ്ങനെ തിരിക്കോടാ, അവന്റെ ബാറ്ററി അവന്റെ കുറേ അറിയാസേ. ആ ഭയങ്കര തിരിപ്പായി പോടാ അത്. അത് കറക്റ്റ് എങ്ങനെയാടാ ഇവിടെ തന്നെ എറിഞ്ഞ് ഒളിപ്പിച്ചത്? അതിലെ പഞ്ചായത്ത് പറയല്ല, മുന്തക്കറിയൊന്ന്. പുലരന്മാരെ മയില് വീണ്ടും ബൂസ്റ്റ് ചെയ്ത് ഇവനിക്ക് എന്തിനാ ഫോൺ? അത് കൊള്ളാം. അതെങ്ങനെയാടാ അത് ആ കഴിവ്? അടേ ജാങ്കോ, ഇനി നീ ഒരു കളി നടത്തുമ്പോഴേ കളിയാ, അതിൻ്റെ കൂടെ ട്രാക്ക് കൂടെ വെക്കുന്നേ. 800 പ്ലെയർ രജിസ്റ്റർ മേടിക്കേണ്ടി വരും. 700 എങ്ങനെ വെച്ചാൽ പോലെ. 700 രൂപയ്ക്കാണ്. ആര് തയ്ക്കും? ആര് തയ്ക്കുമെന്ന് എന്നെക്കാട്ടി നിനക്കൊക്കെ ട്രാക്ക് അടിച്ചാൽ പോരെ. താല്പര്യമുള്ളവന്മാർ അടിക്കുമല്ലോ. അങ്ങനെയുള്ള പ്ലേയേഴ്സ് അല്ലേ ആടായോ. ട്രാക്ക് കൂടെ വെക്കുന്ന കാര്യം പറയുന്നത്. ആഷസിലുണ്ടായിരുന്നു ട്രാക്ക്, അവരുടെ അടുത്ത് മാറ്റിയല്ലേ. 600 രൂപ പ്ലെയർ രജിസ്ട്രേഷൻ. ആ 180 അല്ലെങ്കിൽ പോട്ടെ 210 300. എന്ത് 150 രൂപയ്ക്ക് കിട്ടൂലേ എനക്ക്? 150 രൂപയ്ക്ക് PP തുണി അടിക്കും. പോരെ അത് തുണി ഒരു ട്രാക്കും പോരെ. ആ അതിന്റെ നെറ്റിന്റെ പിറകെ ഇരിപ്പുണ്ട്. ഓ എല്ലാരും വിളിച്ചില്ലേ? അൺസോൾഡ് രണ്ടാമത് വിളിച്ചത്. അൺസോൾഡായി 5 വട്ടം അൺസോൾഡ്. എന്നിട്ട് എനിക്ക് എത്ര 500 പോയിന്റ് എത്ര വന്നല്ലേ? ലാസ്റ്റ് ഒരാളെ വിളിക്കാതിരിക്കുന്നവന്മാർ വിളിക്കൂലേ, 400 പോയിന്റ് ഒക്കെ ഉള്ളവന്മാര്. പക്ഷേ വേറെ കാര്യം ഉണ്ട് ചേട്ടാ, അന്ന് ലേലത്തിന് വന്നെങ്കിൽ നിന്നെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ദൈവത്തിനാണ് പറ്റും. ഇപ്പൊ ഇനി പറയാൻ പറ്റുമോ? അത് കുറെ ഉണ്ട് കസ്റ്റമർമാര്. അച്ചൂനീരൊക്കെ ഉണ്ട്, അനൂപണ്ണുണ്ട്, നന്ദു ചാക്ലി ഉണ്ട്. ചാക്ലി അപ്പൊ എവിടെ റൂമിൽ തിരിഞ്ഞ് നിൽക്കാം.
ഞാൻ ആ പ്രീമിയർ ലീഗ് നടത്തിയിട്ട് 10 ഗ്രൂപ്പിലാണ് ഉണ്ട്. എല്ലാ ടീമിൻ്റെയും ഗ്രൂപ്പിലേ ഉണ്ട്. ഇവർ നിങ്ങളുടെ ടീമിൻ്റെ ഗ്രൂപ്പിലേ ഉണ്ട്. വേറെ ഏതാ ടീമിൻ്റെ ഒക്കെ കുറേ ഗ്രൂപ്പിലുണ്ട്. നീ കർണാടകയിലെ ടീമറെ ഇവിടെ കാരണം നടത്തുന്നത് 20 അതാരും നടത്തുന്നു തായ്മക്കാടെ കൂടെ തമിഴ് എടുത്ത് നടക്കുമല്ലേ. ഓ അത് അവിടെ വെച്ചല്ലേ രാജ രാജ രാജയല്ലേ രാജ. തായ്മക്കട ഏത് ടീപ്പാണ് പൊക്കിയിട്ട് ടീച്ചർ കയറി കപ്പിനെ തെറിഞ്ഞല്ലേ ഒന്നൂരോ നിനക്ക് എത്ര വീഡിയോ ആണോടെ എൻ്റെ വീഡിയോ കാണും. ആ വീഡിയോ അല്ലേ ആ വീഡിയോ ഉണ്ട്. അതാണ് മറ്റേ വീഡിയോ ഉണ്ട്. ഞാൻ തരികയെ നീ ഒരു കാര്യം ചെയ്യ് ഒരു തൊണ്ടാനെടുത്ത് അടുത്ത് വെച്ചിരി. നീ ലുട്ടാപ്പി അടി മയിലേ. ആ മയിലുണ്ടെങ്കിൽ ശരിയാണ്. പിന്നെ ഒരുപാടായിരുന്നെങ്കിൽ കൊള്ളാം കേട്ടോ. വാളാണെങ്കിൽ റെഡി ആക്കായിരുന്നു. ഈ ശിജിപാളും ഋജുവാളും രണ്ടുപേരാണോ? ഒരുപാട് എന്തിനു ജോലിക്കാ പോണത്? ജോലിക്കൊന്നും പോകണമെന്നില്ല. ഔട്ടാകുമ്പോ ബാറ്റ് ഇങ്ങോട്ട് വരണേ. നേരെ ഇനി വരണേ. ഒരെണ്ണം നേരത്തെ ഓടിക്കും. ഔട്ടാകുമ്പോ ഇനി വരണേ. അല്ലെങ്കിൽ ഔട്ടാതെ അവിടെ നിൽക്കും. ഔട്ടാകുമ്പോ ഇനി പറഞ്ഞു അപ്പഴേ ഞാൻ ഇത്രയും നീ തന്നെ സ്നേഹമുള്ളവരാ. അല്ലെങ്കിൽ നേരത്തെ വരുന്നുണ്ട്. പിന്നെ അപ്പൊ കളിക്കാൻ കേട്ടോ. ഇനി അങ്ങനെ പറയാൻ നിങ്ങൾ ടീമിന്റെ ഓളുണ്ട്. ഇതാണോടെ കാര്യം നിന്റെ ടീമിന്റെ ഓളുണ്ട്. ജയിച്ചു മാറ്റായിരുന്നു കേട്ടോ. ജേഴ്സി ജാങ്കോയാണ് സെലക്ട് ചെയ്തത്. ഞാൻ കണ്ണി കുത്തരി മര്യാദയ്ക്ക് ഞാൻ ഗ്രൂപ്പ് ഇട്ട് ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല. ആഫാക്കാൻ പറ്റുമോ? ഇനി ആഫിനെ കോത്തി വയ്ക്കും. കളർ ഉണ്ടായിരുന്നു. നീ ഫുള്ളാണ് ഇട്ട കൂടുതൽ തന്നെ ഫുള്ള് എന്താ ഗുണ്ടായിസോ കളിച്ചാൽ മതി. ഞാൻ കഴിയുമ്പോ പോകും കേട്ടാ. നീ വന്നത് ഞാൻ നീ പണിയെടുത്തോണ്ട് പോകും. ഞാൻ നടക്കൂ. നീ എങ്ങനെയാലും പുണ്യം കുത്തി പോകാൻ മതി. ഞാൻ പോണ മതി പാറി മുഗളൻസിന്റെ ഓണർ ശരിക്കും ആരുണ്ട്? വേറൊരു പുള്ളിയാണ്. ഇവിടെ ഇല്ല. പുള്ളി വലിയ കളിയൊന്നും പൈസ ഇറക്കില്ല. വലിയ കളി എത്ര? വലിയ കളി തന്നെ അല്ലെന്നല്ല. 6000, 7000, 8000 രൂപ. വലുത് വലുത് എത്ര? 10, 15, 20. കൊള്ളാം കേട്ടോ. ബാറ്റിങ് സ്കോർ വന്നിട്ടുണ്ട് കേട്ടോ. ആരുടെ സ്കോർ ചെയ്യുന്നു? പൊങ്ങിന് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലം എവിടെയാണ്? കാട്ടിടുമ്പോൾ എസ് എൻ ടൂട്ടറില്ലേ? അതിന്റെ സൈഡിൽ ഒരു താഴോട്ട് വഴി കൂടെ കൊണ്ടുപോകും. വയലിൽ ചെന്ന് കയറുന്നത്. ആ വയലിന്റെ അക്കരെ ആ വയലിന്റെ അക്കരെ ഇനി ഒരു കളിയും കൂടെ ഉള്ളു. ബോളൊന്നും ഇല്ല.
ബോളൊന്നും കവറേ ഉള്ളു, ബോളില്ല. ബോളില്ല. പോയ ബോൾ പറയിക്കൊണ്ട് പറഞ്ഞതിന് ബക്കറ്റിൽ പോയി പന്തെടുത്തുണ്ട് പോകും. ആനന്ദിൻ്റെ അടുത്താണ് കളി. കാണ്ടിരിക്കുന്ന കയ്യിൽ പോകും. അയ്യോ നല്ല റീച്ചായിരുന്നു കേട്ടോ. അടിക്കായിരുന്നു. പക്ഷേ എന്നാ ബോളോട് അത് ഇന്നുണ്ടെന്ന് അറിഞ്ഞില്ല. നിങ്ങളാ ടർഫിൻ്റെ അടുത്ത് തന്നെ വീട് പണിയുന്നത് ഗ്ലാഡിയുണ്ട്. ആ ഷോട്ട് അത് കുറച്ചങ്ങ് അപ്പുറത്തോട്ട് പോകണേ. അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ആ ഏരിയയിലൊന്നും ഒരു ഗ്രൗണ്ട് ഇല്ല. നമ്മക്കെന്തേ അല്ല ആ നടത്തുന്ന ആൾക്ക് നമ്മളാ രണ്ട് ദിവസം അവിടെ കത്തിക്കും നമ്മൾ. പന്തുറക്കം 50 പിള്ളേരും കൊണ്ടുവരണ്ടി അതിനെ അടിച്ച് കാട്ടിക്കളിയുണ്ട്. മറ്റേ ഇതില്ല, നെറ്റൊന്നും ഇല്ല. നെറ്റൊന്നും അടിക്കില്ല ഇതുവരെയാണ്. അണ്ണൻ്റെ കാടുള്ള എവിടെയെങ്കിലും ഇത് നെറ്റ് അടിച്ചു തരാൻ പറയാം. അടിച്ചാൽ മതി കാട്ടിക്കളയാൻ വന്നിട്ട്. റാമൻ ലെഫ്റ്റ് ഹാൻഡ് കറക്റ്റ് ആ സൈഡിനാണ്. ഫിക്സർ ഒന്നുമില്ലല്ലേ? ട്രാക്ക് ചെയ്തിട്ടില്ല. ട്രാക്കില്ലേ? ട്രാക്കുള്ള നമ്മളെ പുള്ളണല്ലേ? ആ 10 അത് തന്നെ ബാക്കിൽ മോളിൽ കൂടെ അങ്ങ് എറിഞ്ഞോ. ആ ആ ആ ആ കൊള്ളാം 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 വരുന്നു. ആ ഒന്നും കൂടെ വന്നോടാ. അത് നീ മോളിൽ കൂടെ അങ്ങ് എറിഞ്ഞോ. നോ ബോളാണ് കേട്ടോ, യൂസ് ചെയ്യേ. നോ ബോളാണ്. ഓ ഫ്രീ ഇട്ട് യൂസ് ചെയ്യാം. ഷോട്ട് ഷോട്ട് ഷോട്ട്. നിങ്ങൾ എത്ര 2 കളി കളിക്കാം? ഇനി ഒരു കളി ഉണ്ടോ? നമ്മളെ ഉമ്മരായിട്ട് കയറിയുണ്ട്. ബോൾ ചെയ്യുന്നു. ഓ അത് എടുത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവിടെ അതുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ? അവിടെ തട്ടി കളിക്കാം. ആ പോയിട്ട് ചെറിയ സ്ഥലമല്ലേ കാൽ തെച്ചാണെന്ന് അതായിരിക്കുന്നു. ആ കമ്പിയുടെ ഏറ്റവും മൂല ഇരിക്കുന്നുണ്ട്. അവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. താടക്കണ ഇവിടെ എവിടെ അത് തന്നെ നിൽക്കുന്നതിനോട് പോയി. അതുകൊണ്ട് അത് തന്നെ ആ മുള്ളിൻ്റെ കൈ കൊണ്ട് നേരത്തെ ഞാൻ പിന്നെ അതിന് ശേഷം അങ്ങോട്ട് ബോൾ എടുക്കില്ലേ തർക്കി. ഷോട്ട് ഷോട്ട് ഷോട്ട്. പുള്ളി എല്ലായിടത്തോട്ടും കളിക്കുന്നുണ്ട്. കളിച്ചില്ലല്ലോ ഞാൻ പോണ നീ വന്നാൽ ട്രോഫി കൊണ്ട് പോകണം. മിണ്ടാട്ടെ നീ ആ ചാവി തന്നെയാണ്. ശിവാജിന് നല്ല സ്ട്രോങ് ഓഫിൽ നന്നായിട്ട് കളിക്കും. ഷോർട്ട് ബോൾ മാത്രമേ ലക്കി കളിക്കുന്നു. ടോസ് ചെയ്തിട്ടോ എന്തിനാണെങ്കിലും മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ ലാസ്റ്റ് പറയാം. കഴിഞ്ഞ ദിവസം പറ്റിയ